നമ്മുടെയൊക്കെ ജീവിതത്തിലെ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റുന്ന അല്ലെങ്കിൽ അതിന് സഹായിക്കുന്ന ചില ചെറിയ ശീലങ്ങളെ പറ്റി ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയട്ടെ. അതിന് ആദ്യം വേണ്ടത്, നമുക്ക് ഒരു ദിവസം തുടങ്ങുമ്പോൾ തന്നെ ആ ദിവസം നമുക്ക് എന്തൊക്കെയാണ് ചെയ്യാനുള്ളത് എന്നുള്ളത് എഴുതി വെച്ച് തന്നെ ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഒന്നും വിട്ടുപോകാതെ ഒരു ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കുക, അതനുസരിച്ച് തന്നെ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. ഇനി രാവിലെ നമ്മൾ ഉണർന്നെണീക്കുമ്പോൾ തന്നെ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മടക്കി ബെഡൊക്കെ ഒന്ന് റെഡിയാക്കി ഇടാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ നമ്മൾ രാവിലെ എണീറ്റ് കഴിഞ്ഞ ഉടൻ നമുക്കൊരു പുതിയ ദിവസം കൂടി ജീവിതത്തിൽ കിട്ടിയല്ലോ എന്നുള്ളതിന് ഈശ്വരന്മാരോടോ അല്ലെങ്കിൽ ജീവിതത്തിൽ സങ്കടങ്ങളിലൊക്കെ നമ്മുടെ കൂടെ നിന്നവരോടോ ആരോടായാലും മനസ്സുകൊണ്ടെങ്കിലും ഒരു ഗ്രാറ്റിറ്റ്യൂഡ്, നന്ദി പ്രകടിപ്പിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നന്ദിയുള്ളവരായിരിക്കുക എന്നുള്ളതാണ്. പിന്നെ മനഃപൂർവ്വം നമ്മുടെ സ്വഭാവത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ കൊണ്ടുവരാൻ നമുക്ക് താല്പര്യമുണ്ട് അല്ലെങ്കിൽ അത് ചെയ്യണം എന്നുണ്ടെങ്കിൽ അങ്ങനെ നമ്മൾ മനസ്സുകൊണ്ട് അതിനൊരു തയ്യാറെടുപ്പ് നടത്തുക എന്നുള്ളതാണ്. ഇനി നമുക്ക് താല്പര്യമില്ലാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ളവരെ പ്രീതിപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ട് എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഏറ്റെടുക്കേണ്ടി വരുമ്പോൾ നമുക്ക് പറ്റാത്ത കാര്യങ്ങളാണെങ്കിൽ വളരെ ബോൾഡായിട്ട് അവിടെ നോ പറയാൻ പഠിക്കുക എന്നുള്ളതാണ്. ഇനി ജോലികൾ ഒരുപാട് പെൻഡിങ് കിടക്കുമ്പോൾ എല്ലാം കൂടി ഒരുമിച്ച് ചെയ്യാതെ ഹാർഡായിട്ടുള്ളത് ആദ്യം ചെയ്തിട്ട് ഈസി ആയിട്ടുള്ളത് പിന്നീട് ചെയ്യുക. കാരണം നമ്മൾ ആദ്യം ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഒരു എനർജിയോടെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇനി ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റെങ്കിലും സ്വന്തം കാര്യത്തിന് അല്ലെങ്കിൽ സെൽഫ് കെയർ ഇതിനൊക്കെ ഒരു സമയം കൊടുക്കുക. നിങ്ങൾക്ക് നിങ്ങളോടൊരു സ്നേഹം വേണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ സ്വന്തം ഇഷ്ടത്തിന് വേണ്ടി ഒരു 15 മിനിറ്റെങ്കിലും മാറ്റി വയ്ക്കാൻ ഒന്ന് തയ്യാറാവുക എന്നുള്ളതാണ്. സമയത്ത് ഫുഡ് കഴിക്കുക, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക, എല്ലാ ദിവസവും രാവിലെ ഒരു 10 മിനിറ്റെങ്കിലും എക്സസൈസ് അല്ലെങ്കിൽ മോർണിംഗ് വാക്ക് ഇതൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുക. ഇങ്ങനെ കുറേ കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ പഠിക്കുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് മൊബൈൽ ഫോൺ വെക്കാതിരിക്കുക. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്നാൽ നമുക്ക് വളരെ പോസിറ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യാം എന്നുള്ളതാണ്. ഇനി ഈ ഒരു വിഷയത്തിൽ കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിന് താഴെ വീഡിയോയുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, വീഡിയോ കാണുക.